ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനി എത്ര തേങ്ങ വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ 1-2 മിനിറ്റിൽ തന്നെ ചിരവിയെടുക്കാൻ പറ്റും. ചിരവൊന്നുമില്ലാതെ കൈയൊന്നും കുഴയാതെ എളുപ്പത്തിൽ ചിരവിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേയിട്ട് തേങ്ങ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ പൊട്ടിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അതിനായിട്ട് തേങ്ങ പൊളിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പൊട്ടിക്കുന്നത് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. തേങ്ങയിൽ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി തേങ്ങ പെട്ടെന്ന് ചിരവിയെടുക്കാനുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ തേങ്ങ ഇതുപോലെ മുറിച്ചതിന് ശേഷം ഫ്രീസറിൽ കുറച്ച് സമയം വെക്കണം. നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. മിനിമം 1 മണിക്കൂറെങ്കിലും ഇതുപോലെ വെക്കണം. ഇങ്ങനെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ കത്തി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചിരട്ടയിൽ നിന്ന് തേങ്ങ അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. തേങ്ങ മാത്രമായിട്ട് നമുക്ക് എഫേർട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിത് സ്ലൈസ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. നമ്മൾ ചിരവ് വെച്ചിട്ട് ചിരവുന്നതിനേക്കാളും എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ജോലിയുള്ള വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് തേങ്ങയൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ചിരവി എടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചെടുത്താൽ മതി കേട്ടോ.